ഏറ്റവും വലിയ ആത്മീയ പാഠങ്ങളും അനുഭവങ്ങളും വിജയങ്ങളും ഒരു ക്രിസ്തുവിശ്വാസിക്ക് ലഭിക്കുന്നത് ദൈവവുമായി തനിച്ചിരിക്കുന്ന സമയങ്ങളിലാണ്. മറ്റ് സഹോദരങ്ങളുമായുള്ള ഒരുമിച്ചുള്ള കൂട്ടായ്മകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ നാം സന്തോഷിക്കുകയും ആനന്ദം കണ്ടെത്തുന്നവരും വിടുതലുകൾ അനുഭവിക്കുന്നവരുമാണ്. എന്നാൽ അതിനേക്കാളേറെ ആനന്ദകരമായ അനുഭവം അത്രേ ദൈവവുമായി തനിച്ചിരിക്കുന്ന കൂട്ടായ്മകൾ. മറ്റെല്ലാ വ്യക്തികളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും ചിന്തകളിൽ നിന്നും വേർപെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം കണ്ടെത്തുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിനായുള്ള തൻ്റെ പദ്ധതികളുടെ രൂപരേഖ നമുക്ക് വ്യക്തമാക്കി തരികയും അത് നിമിത്തം തുടർന്നുള്ള നമ്മുടെ ക്രിസ്തീയ യാത്ര സുഗമമായി തീരുകയും ചെയ്യുന്നു. ഇങ്ങനെയൊരു അനുഭവത്തിൽ കൂടി കടന്നുപോയ വ്യക്തിയായിരുന്നു പഴയ നിയമത്തിലെ യാക്കോബ്. തിരുവചനം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിൻ്റെ 22 വാക്യം, രാത്രിയിൽ അവൻ എഴുന്നേറ്റു, തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യബ്ബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി, തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. തന്നിമിത്തം വഞ്ചകനായ യാക്കോബ് ഇസ്രായേലായി മാറുകയുണ്ടായി. ഇങ്ങനെ ദൈവത്തോടൊപ്പം ഏകരായി സമയം വേർതിരിച്ച ഭക്തന്മാരെ ദൈവം തൻ്റെ കരത്തിൽ ശക്തമായി ഉപയോഗിച്ചിട്ടുണ്ട്. തിരുവചനം ചില വ്യക്തികളോട് പറയുന്നത് ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിൻ്റെ 2 വാക്യം, മോശ മാത്രം യഹോവയ്ക്ക് അടുത്ത് വരട്ടെ. രാജാക്കന്മാരുടെ 1 പുസ്തകം 19 അധ്യായത്തിൻ്റെ 11 വാക്യം, ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക. ദാനിയേൽ പ്രവചനം 10 അധ്യായം 8 വാക്യം, അങ്ങനെ ദാനിയേൽ തനിച്ച് ശേഷിച്ചിരുന്ന് മഹാദർശനം കണ്ടു. മത്തായിയുടെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 23 വാക്യം, യേശുവോ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ദൈവവുമായി മാത്രം ശേഷിക്കുന്ന ഒരു സമയം, അത് മഹത്വകരമാണ്. അതിന് നാം കൂടെ സമയം കണ്ടെത്തുന്ന പക്ഷം ദൈവം ചിലത് വ്യക്തിപരമായി നമ്മോട് സംസാരിക്കും. സ്വർഗീയമായ ദർശനങ്ങളെ നമുക്ക് കാണിക്കും. നമ്മെക്കുറിച്ചുള്ള അവിടുത്തെ പദ്ധതിയും നമ്മെ അറിയിക്കും. ഇനിയും നാം അധികം താമസിക്കരുത്. ഏകരായി കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുവാൻ സമയം കണ്ടെത്തുക. ആത്മീയ മുന്നേറ്റത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ ദൈവത്തിന് പരിപാടിയുണ്ട്. നാം അതിന് തയ്യാറാകുന്ന പക്ഷം നാം എന്ന ഒരു വ്യക്തിയിൽ കൂടി നമ്മുടെ കുടുംബവും നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയും സമൂഹവും ഉണർത്തപ്പെടും. അനേകർക്ക് അനുഗ്രഹകാരണമാകാവുന്ന ഒരു ശുശ്രൂഷയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നാം ചെയ്യേണ്ടത് ഇത്രമാത്രം, ദൈവവുമായി തനിയെ ശേഷിക്കുക. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.